നമ്മളുടെ കനാലുകളുടെ ശുചീകരണം. ആ കനാലുകളുടെ ശുചീകരണം പണ്ടും ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കരാറുകാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം. അവർക്ക് നമ്മളുടെ ഇവിടെ നിന്ന് കോരുന്ന ചേറ് അല്ലെങ്കിൽ പോളപ്പായൽ ഇത് ഒരു വണ്ടിയിൽ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോയി കളയണമെന്നും ഇത് കോരുന്നതിൻ്റെ ക്യൂബിക്കായിട്ടുള്ള കണക്ക് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണമെന്നും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോഴാണ് ഇവരിത് കോരാൻ തന്നെ തയ്യാറാവണത്. ഈ കോരിയ സാധനം നിങ്ങൾ പറഞ്ഞത് മാതിരി അതിന്റെ കരയിൽ വെക്കുന്നു, അടുത്ത ദിവസം മഴയത്ത് ഈ സാധനം ഒലിച്ച്. അപ്പൊ ഇത് ശരിക്കും ഇതിനകത്ത് നഗരത്തിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നഗരം സംരക്ഷിക്കുക എന്നുള്ളതല്ല, അതിനേക്കാട്ടിലൊക്കെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് നഗരത്തിലെ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം, നഗരത്തിലെ ജനങ്ങളോട് എങ്ങനെ വെല്ലുവിളി നടത്താം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. ഇപ്പോ കായലിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 202 കോടി രൂപ നമ്മളുടെ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് വന്ന ഒരു ന്യൂസാണ് മനോരമയിലൊക്കെ, കായൽ വിപ്ലവം എന്നും പറഞ്ഞാൽ കൊടുത്തിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പദ്ധതികൾ, അതേപോലെ വാട്ടർ മെട്രോയുടെ പദ്ധതികളൊക്കെ നഗരത്തിൽ വരുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഫണ്ടുകൾ CSML ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് വഴി KMRL ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തിരുവനന്തപുരത്തെ മാതൃക, ആ മാതൃക തയ്യാറാവാൻ കൊച്ചി നഗരസഭ തയ്യാറായാൽ, കൊച്ചി മാത്രമല്ല ഞാൻ പറയണത്, എല്ലാ കോർപ്പറേഷനുകളും എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും തയ്യാറായാൽ ഒരു പരിധിവരെ. പക്ഷെ അതിനൊന്നും മെനക്കെടില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് പലതരത്തിലുള്ള വിളികൾ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.